എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് സിൻഫിഗ് സ്റ്റുഡിയോയിൽ ഒരു സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നതിൻ്റെ ഒരു ആനിമേഷനാണ്. സൂര്യൻ ഉദിച്ചുയർന്ന് വരുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾക്കാണ് മാറ്റം വരിക. ഒന്ന്, സൂര്യൻ്റെ നിറത്തിൽ മാറ്റം വരുന്നുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട്, ആ പശ്ചാത്തലത്തിനും ഒരു നിറവ്യത്യാസം വരുന്നുണ്ട്. സൂര്യൻ്റെ ആ ചുവപ്പ് നിറം എന്നുള്ളത് സൂര്യനിങ്ങനെ മുകളിലേക്ക് ഉയരുന്നതനുസരിച്ച് അതിൻ്റെ നിറം ചുവപ്പ്, അത് നിറം കുറഞ്ഞു വരികയും യെല്ലോയിലേക്ക് വരുന്ന ഒരു ഫീലിംഗാണ് നമുക്ക് തോന്നുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് നല്ല ഇരുണ്ട നിറത്തിലായിരിക്കും, ഇരുട്ടും ഒക്കെയുള്ള ഒരു ഫീലിംഗ് ആയിരിക്കും. പക്ഷേ സൂര്യൻ ഉദിച്ചുയർന്നു വരുന്നതിനോടൊപ്പം ആ ഇരുട്ട് മാറുകയും സൂര്യനിങ്ങനെ ഉദിച്ചുയർന്നു കഴിയുമ്പോൾ ആ ഇരുട്ടൊക്കെ മാറി വെളിച്ചം വരുന്ന ഒരു ഫീലിങ്ങിലേക്കാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ആനിമേഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആനിമേഷൻ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് രണ്ട് നിറത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള ഒരു ഇരുണ്ട നിറം നമുക്ക് തോന്നിക്കുന്ന അതിനൊരു നീലയും കറുപ്പും ചേർന്ന ഒരു ഗ്രേഡിയൻ്റ്, അതായത് ഒരു പശ്ചാത്തലമായിരിക്കും നല്ലത്. അപ്പോൾ അത്തരത്തിലൊരു പശ്ചാത്തലം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് നിറങ്ങൾ വേണം. ഇവിടെ ഇരുണ്ട ഒരു നീല നിറമുണ്ട്, ഒരു ഡാർക്ക് ബ്ലൂ ഉണ്ട്, നമുക്കൊരു കറുപ്പ് നിറം കൂടി വേണം. ഇപ്പോൾ ഇവിടെ നിലവിൽ ചുവപ്പ് നിറമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചുവപ്പും നീലയും കൂടി ആണെങ്കിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് താഴെ നൽകിയിട്ടുണ്ട്. ഗ്രേഡിയൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലായിരിക്കും നിറം വരിക. നമുക്ക് ചുവപ്പ് പകരം ഒരു കറുപ്പ് നിറം കൊടുക്കാം. അതിന് ചുവപ്പിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഈ നിറം തിരഞ്ഞെടുക്കുന്നതിന് ഇവിടെ 3 രീതികളുണ്ട്: RGB, YUV, HSV. ഇതിൽ HSV ആയിരിക്കും കുറച്ചുകൂടി എളുപ്പം. നമുക്ക് ഇത്തരത്തിലിങ്ങനെ ഇത് കറക്കിക്കൊണ്ട് നമുക്ക് ഇതിനുള്ളിൽ കാണുന്ന ഈ വൃത്തത്തെ നീക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ നിറം കിട്ടും. ഇപ്പോൾ ഇവിടെ നീലയും കറുപ്പും കൂടി ചേർന്ന ഒരു കളറാണ്. അപ്പോൾ അത് മിക്സ് ചെയ്താൽ താഴെ കാണുന്ന രൂപത്തിലായിരിക്കും വരിക. അപ്പോൾ നമുക്കിതിലെ ബാക്ക്ഗ്രൗണ്ട് നൽകുന്നതിനായിട്ട് ഗ്രേഡിയൻ്റ് ടൂള് ക്ലിക്ക് ചെയ്യുന്നു. ഈ കാണുന്നതാണ് ഗ്രേഡിയൻ്റ് ടൂള്. ഈ ഗ്രേഡിയൻ്റ് ടൂള് ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ടൈപ്പ്. ഇവിടെ പല ടൈപ്പിൽ ഗ്രേഡിയൻ്റ് കൊടുക്കാം. ഈ വൃത്തം പോലെ ഇതുപോലെ ഒരു വശത്തേക്ക് ഇതിൽ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ലീനിയർ ഗ്രേഡിയൻ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ ലെയർ ടൈപ്പ് ഗ്രേഡിയൻ്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ഗ്രേഡിയൻ്റ് ലീനിയർ ഗ്രേഡിയൻ്റ് ആണെന്നൊന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മുകളിൽ നിന്നും തുടങ്ങി താഴേക്കൊന്നിങ്ങനെ നൽകാം. അപ്പോൾ ഇങ്ങനെ ഒരു കറുപ്പ് നീലയും കൂടി ചേർന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് വന്നിട്ടുണ്ട്. ആ ഗ്രേഡിയൻറ്റിൻ്റെ പേര് ഇവിടെ ലെയർ ബോക്സിൽ കാണാം. ഗ്രേഡിയൻ്റ് എന്ന് കാണുന്ന ഒരു ലെയറായിട്ട് നമുക്കിവിടെ കാണാം. ഇനി വരയ്ക്കേണ്ടത് സൂര്യനെയാണ്. സൂര്യൻ ചുവപ്പ് നിറത്തിലാണ്. ഇപ്പോൾ ഇവിടെ ഈ സർക്കിൾ ടൂൾ ഉപയോഗിച്ച് വരച്ചു കഴിഞ്ഞാൽ കറുപ്പ് നിറത്തിലുള്ള സൂര്യനെയാണ് ലഭിക്കുക. അപ്പോൾ ആദ്യം നിറം ഒന്ന് വ്യത്യാസം വരുത്താം. നിറം നമുക്ക് ചുവപ്പ് നിറത്തിലേക്ക് കൊടുക്കാം. ഇവിടെ ഫിൽ കളറ് ചുവപ്പായിട്ടുണ്ട്. ഇനി ഈ സർക്കിൾ ടൂള് സെലക്ട് ചെയ്ത് നമുക്കിവിടെ സൂര്യനെ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സർക്കിൾ ടൂളുണ്ട്, ഗ്രേഡിയൻ്റ് ടൂളുണ്ട്. ഇനി നമുക്ക് ആനിമേഷനിലേക്ക് കടക്കാം. ആനിമേഷനിലേക്ക് കടക്കുന്നതിനായി ഇവിടെ ആനിമേഷൻ മോഡ് ഓൺ ചെയ്യണം. ഇപ്പോൾ ഇവിടെ കാണാം 0 ഫ്രെയിം, ആദ്യത്തെ ഫ്രെയിമാണ്. ഈ ആദ്യത്തെ ഫ്രെയിമിൽ നമുക്ക് കാര്യമായി മാറ്റങ്ങളൊന്നും വരുത്താനായിട്ടില്ല. അവസാനത്തെ ഫ്രെയിമിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. സൂര്യൻ്റെ നിറം മാറ്റം വരുത്തണം, ബാക്ക്ഗ്രൗണ്ടും മാറ്റം വരുത്തണം. അപ്പോൾ അതിനായി അവസാനത്തെ ഫ്രെയിമിലേക്ക് പോവുകയാണ്. 120 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ 120ാമത്തെ ഫ്രെയിമിലേക്ക് എത്തിയിട്ടുണ്ട്.
ഈ 120ാമത്തെ ഫ്രെയിമിനെ കീ ഫ്രെയിമായിട്ടൊന്ന് മാറ്റണം. അതായത് മാറ്റം വരുന്ന അടുത്ത ഫ്രെയിമാണ് കീ ഫ്രെയിം എന്നുള്ളത്. നമുക്കിവിടെ കീയുടെ ഒരു ചിഹ്നം കാണാം. ഇതിന് താഴെ ഈ പ്ലസ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് 120ാമത്തെ ഫ്രെയിം എന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഈ 120ാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് മാറ്റം വരുത്തേണ്ടത് സൂര്യനെയും മാറ്റം വരുത്തണം, ബാക്ക്ഗ്രൗണ്ടും മാറ്റം വരുത്തണം. അപ്പോൾ ഇതിൽ ലെയറിലേക്ക് നോക്കിയാൽ ഇപ്പോൾ 2 എണ്ണവും സെലക്ഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കിതിലെ ഈ ഗ്രേഡിയൻ്റ് ടൂളാണ് മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഗ്രേഡിയൻ്റ് ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇല്ലെങ്കിൽ 2ഉം കൂടെ സെലക്ഷനിൽ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഗ്രേഡിയൻ്റ് ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ സെൻട്രലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ പേര് മാറ്റാൻ വരുന്ന ഒരു തരത്തിലാണ്. അപ്പോൾ ഈ ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. ഇനി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഇടത് ഭാഗത്ത്, കീയുടെ ഇടത് ഭാഗത്ത് പാരാമീറ്റർ എന്ന് കാണാം. പാരാമീറ്ററിൽ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പോൾ ഗ്രേഡിയൻ്റ് ആണെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ ഈ പാരാമീറ്റർ എടുക്കുമ്പോൾ ഇങ്ങനെ കാണില്ല. ചിലപ്പോൾ 2ഉം കൂടെ സെലക്ഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പാരാമീറ്റർ എടുത്താൽ ഈ ഡീറ്റെയിൽസ് ഒന്നും കാണില്ല. അപ്പോൾ ഗ്രേഡിയൻ്റ് തന്നെയാണെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഉറപ്പ് വരുത്തിയതിന് ശേഷം താഴേക്ക് വരുമ്പോൾ ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് കാണാം. ഈ ഗ്രേഡിയൻറ്റിൽ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ആ നിറം ഏതൊക്കെയാണ്, കറുപ്പും നീലയും, അത് താഴെ ഒരു ബോക്സിൽ കറുപ്പും നീലയുമായിട്ട് കാണാം. ഇനി ഈ ബോക്സിൽ ഇടത് ഭാഗത്ത് നോക്കിയാൽ ഒരു ചെറിയൊരു ആരോ പോലെ കാണുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഒരു ചെറിയ ആരോ പോലെ ഇവിടെയും കാണാം. അപ്പോൾ ഈ 2 വശങ്ങളിലെയും നിറങ്ങൾ മാറ്റം വരുത്തിയാൽ ഈ ബാക്ക്ഗ്രൗണ്ടിനും മാറ്റം വരുത്തും. അപ്പോൾ ഈ മാറ്റം വരുത്തേണ്ട ഏതാണ്, 120ാമത്തെ ഫ്രെയിമിലാണ് ഈ മാറ്റം വരുത്തുന്നത്. എന്തുകൊണ്ടാണ്? സൂര്യൻ ഉദിച്ച് കഴിയുന്ന അവസാനത്തെ ഫ്രെയിം 120ാമത്തെ ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് ഇതിലെ ഒന്ന് മാറ്റം വരുത്താം. ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇടത് ഭാഗത്ത് കാണുന്ന ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സൂര്യൻ ഉദിച്ച് കഴിയുമ്പോൾ ഈ കറുപ്പ് കാണുന്ന ഈ ഭാഗത്ത്, അതായത് മുകൾ ഭാഗം, ഇതിൻ്റെ ഇടത് ഭാഗമാണെങ്കിൽ, ഈ ബോക്സിൽ ഇടത് ഭാഗമാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ മുകൾ ഭാഗമാണ്. അപ്പോൾ അതെന്തായിട്ട് മാറണം, ഒരു ലൈറ്റ് നീല നിറത്തിലേക്ക് വരണം. ഇവിടെ നമ്മൾ കൊടുക്കുന്നതനുസരിച്ച് ആ ബാക്ക്ഗ്രൗണ്ട് മാറി വരുന്നുണ്ട്. ഇടത് ഭാഗത്ത് മാറി, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ വലത് ഭാഗത്ത് കാണുന്ന ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഈ ആരോയിൽ, അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ അത് ഒരു പച്ച നിറത്തിലേക്ക് വരുന്നതായിരിക്കും. ഈ വലത് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് താഴെയുള്ള ഭാഗമാണ്. അതൊരു പച്ച നിറത്തിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. ഇതൊന്ന് ക്ലോസ് ചെയ്യാം. അപ്പോൾ അവസാനത്തെ ഫ്രെയിം വരുമ്പോൾ നിറം ഇത്തരത്തിലേക്കായിരിക്കും മാറി വന്നിട്ടുണ്ടാവുക. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിന് ആനിമേഷൻ കൊടുത്തു. ഇനി നമുക്ക് മാറ്റം വരുത്തേണ്ടത് സൂര്യനാണ്. അപ്പോൾ അതിനായി സൂര്യൻ എന്ന ഈ ലെയർ സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ സൂര്യന് വരുത്തേണ്ട മാറ്റം എന്തൊക്കെയായിരിക്കണം? ഇതിൻ്റെ സ്ഥാനം മുകളിലേക്ക് വരണം, നിറം വ്യത്യാസം വരണം, നിറം മഞ്ഞ നിറത്തിലേക്ക് വരണം, സൂര്യൻ്റെ വലിപ്പവും ഒരല്പം കുറയ്ക്കാം. അപ്പോൾ ഇതിനായി ആദ്യം നമുക്കിതിൻ്റെ സ്ഥാനമൊന്ന് മാറ്റാം. കീ ഫ്രെയിം എടുത്ത് 120ാമത്തെ ഫ്രെയിം തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇവിടെ ലെയറിൽ സൂര്യനാണെന്ന് ഉറപ്പ് വരുത്തുന്നു. ഇനി സൂര്യനെ നമുക്ക് മുകളിലേക്കൊന്ന് ഉയർത്താം. സൂര്യൻ്റെ സ്ഥാനം മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വലിപ്പം ഒന്ന് കുറയ്ക്കാം. വലിപ്പവും കുറച്ചു. ഇനി മാറ്റം വരുത്തേണ്ട കളറിലാണ്. ഈ കളറിൽ മാറ്റം വരുത്തുന്നതിനായി നമ്മൾ ഗ്രേഡിയൻറ്റിൽ ചെയ്തതുപോലെ തന്നെ പാരാമീറ്ററിലേക്ക് പോവാം. പാരാമീറ്ററിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ കളർ എന്നൊരു ഓപ്ഷനുണ്ട്. ഈ കളറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്രേഡിയൻ്റ് അല്ല, നമ്മൾ ഫിൽ കളർ മാത്രമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇടത് ഭാഗത്തും വലത് ഭാഗത്തും അങ്ങനെ വ്യത്യാസം വരാത്തത്. ഇത് ആൽഫ എന്നുള്ളതിൻ്റെ ട്രാൻസ്പെറൻസി കൂട്ടാനോ കുറയ്ക്കാനൊക്കെ ഉള്ളതാണ് താഴെ കാണുന്നത്. അപ്പോൾ നമുക്കിനി
സൂര്യൻ്റെ നിറം വ്യത്യാസം വരുത്താം. ഇത് നമുക്ക് യെല്ലോ കളർ എടുക്കാം. ഇപ്പോൾ ഇവിടെ യെല്ലോ എടുക്കുന്നതനുസരിച്ച് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ സൂര്യൻ്റെ കളർ മാറിയിട്ടുണ്ട്. ഈ താഴെ കാണുന്നതിൻ്റെ ട്രാൻസ്പെരൻസി ഉണ്ടോ, ട്രാൻസ്പെരൻസിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഗ്രേഡിയൻറ്റിൽ ഇത്തരത്തിലൊരു ബോക്സ് കണ്ടിരുന്നത് അതതിൻ്റെ ഗ്രേഡിയൻ്റ് കളർ വ്യത്യാസം വരുത്താനാണ്. പിന്നെ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ആനിമേഷൻ മോഡ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്യാം. ആദ്യം തൊട്ട് പ്ലേ ചെയ്യുന്നതിന് ഇടത് ഭാഗത്ത് കാണുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ആദ്യത്തെ ഫ്രെയിം തൊട്ട് പ്ലേ ആവും. ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇനി ഇത് എക്സ്പോർട്ട് ചെയ്ത് നമുക്ക് എക്സാം ഡോക്യുമെൻറ്റ്സിലേക്ക് സൂക്ഷിക്കണമെങ്കിൽ പരീക്ഷയ്ക്ക് അങ്ങനെ ആ ഒരു സ്റ്റേജും കൂടി ചെയ്യണം. നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിനായി ഫയൽ റെൻഡർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഫയൽ നെയിം കൊടുക്കാം. സൺറൈസ് ആനിമേഷൻ എന്ന് കൊടുക്കുന്നു. കൂടാതെ എക്സ്റ്റൻഷനായിട്ട് .flv എന്ന് മറക്കാതെ നൽകണം. ഇനി ഇത് എവിടേക്കാണ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതിന് ചൂസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഹോമിലെ സ്റ്റുഡൻ്റ് വർക്ക് 10 കൊടുക്കുകയാണ്. ഓക്കെ എന്ന് നൽകുന്നു. ഇനി ഈ താഴെ കാണുന്ന ഈ റെൻഡർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഇത് എക്സ്പോർട്ടിങ് നടക്കുകയാണ്. അങ്ങനെ ആ റെൻഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ആ വീഡിയോ ഒന്ന് പരിശോധിച്ച് നോക്കാം. എക്സാം സ്റ്റുഡൻ്റ് വർക്ക് 10 നോക്കുമ്പോൾ ഇവിടെ സൺറൈസ് ആനിമേഷൻ എന്ന് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത്തരത്തിലാണ് ആനിമേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ 1-2 തവണ കണ്ടതിന് സ്റ്റെപ്പുകൾ മനസ്സിലാക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.